കിഡൂസ്, സുഖാണോ? സന്തോഷമാണോ? ഹാപ്പിയാണോ? എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എന്ത് ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞേ? ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഐ ആം ദ ബെസ്റ്റ് എന്ന് പറയാം. ഐ ആം ദ ബെസ്റ്റ് അല്ലേ? ഐ ആം ദ ബെസ്റ്റ്. എപ്പോഴും ആ മന്ത്രം ഉരുവിട്ടുകൊണ്ടേ നടക്കുക അല്ലേ? നിങ്ങൾ സ്റ്റുഡൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ഐ ആം ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്, ഐ ആം ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്, ഐ ആം ടോപ്പർ ഇൻ ദ ക്ലാസ്, ഐ ആം ടോപ്പർ ഇൻ മൈ സ്കൂൾ. ആ ഒരു ചിന്തയോടുകൂടി വേണം എപ്പോഴും മക്കൾ നടക്കാൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ടീച്ചർ കുറച്ച് യോഗ, നിങ്ങളുടെ ഫേസ് നല്ല ക്യൂട്ടാവാനായിട്ട്, നിങ്ങളുടെ കുരുവൊക്കെ വന്നിട്ടുള്ള പാടുകളൊക്കെ പോവാനായിട്ടുള്ള യോഗയും, പിന്നെ നിങ്ങളുടെ ബ്രെയിനിനുള്ള യോഗയും, പിന്നെ കണ്ണിനുള്ള യോഗയും. നമ്മൾ ഒത്തിരി നേരം സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട്, പിന്നെ നമ്മൾ ഒത്തിരി നേരം വായിച്ച് പഠിക്കുന്നത് കൊണ്ട് നമ്മൾ കണ്ണിന് കുറേ സ്ട്രെയിൻ കൊടുക്കുന്നുണ്ടല്ലേ? നമ്മൾ കുറേ നേരം വായിച്ച് പഠിക്കുമ്പോഴും നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ആവുന്നുണ്ട്. അപ്പം അതെല്ലാം മാറി കിട്ടാനായിട്ടും, പിന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക്, ബ്രെയിനിന് നല്ല ഓർമ്മശക്തിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ടീച്ചറിൻ്റെ യോഗ ക്ലാസ്സിൽ ടീച്ചറിൻ്റെ യോഗ മാസ്റ്റർ പഠിപ്പിച്ച് തന്ന ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് തരാമേ. എല്ലാവരും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. അതിനുശേഷം നിങ്ങളൊരു പേന എടുക്കുക. ആ പേന നിങ്ങളുടെ മൂക്കിൻ്റെ ആ ഒരു കണ്ണിൻ്റെ ലെവലിൽ പിടിക്കുക. മൂക്കിലും കണ്ണിൻ്റെ ലെവലിൽ പിടിച്ചിട്ട് മാക്സിമം പിടിച്ചതിന് ശേഷം നിങ്ങൾ പതുക്കെ നിങ്ങളുടെ കണ്ണിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുക. അടുപ്പിച്ച് കഴിയുമ്പോൾ ഏതോ ഒരു പോയിൻ്റ് എത്തുമ്പം ആ പേനയുടെ നിപ്പിങ്ങനെ ബ്ലറാവുന്ന കാണാം. ആ ബ്ലറാവുന്ന സ്പോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിർത്തിയിട്ട് 1 2 3 4 5 6 7 8 9 10 അത്ര എണ്ണിയതിന് ശേഷം പിന്നെ നമ്മുടെ കണ്ണിൻ്റെ അടുത്തോട്ട് അടുപ്പിച്ച് മൂക്കയിൽ കൊണ്ടുപോയിട്ട് പെന്ന് വയ്ക്കുക. ഇത് നമ്മളൊരു 21 പ്രാവശ്യമെങ്കിലും ഡെയിലി ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ആ പെന്ന് തിരിച്ച് എടുക്കുക കേട്ടോ. നമുക്ക് ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ പ്രാവശ്യം എല്ലാം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇത് 21 ടൈംസ് ഡെയിലി നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ കണ്ണിനൊക്കെ വളരെ നല്ലതാണ്. കണ്ണിനുള്ള വളരെ നല്ല എക്സസൈസാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ കണ്ണ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നമ്മൾ കൃഷ്ണമണി ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരു 21 ടൈം നിങ്ങൾ ചെയ്യുക, റൈറ്റും ലെഫ്റ്റും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, രാവിലെ എണീറ്റിട്ട് ബോയ്സൊക്കെ പുഷപ്പ് എടുക്കണം, പിന്നെ സൺലൈറ്റ് കൊള്ളണം. ഗേൾസ് ആണെങ്കിൽ യോഗയോ ഡാൻസോ എന്തെങ്കിലും ചെയ്യുക, പിന്നെ സൺലൈറ്റ് കൊള്ളുക. രാവിലത്തെ സൺലൈറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ആ സൺലൈറ്റ് ഒരു 5 മിനിറ്റ് മതി, മാക്സിമം 10 മിനിറ്റ്, അതിന് അപ്പുറം ഒന്നും വേണ്ട. നിങ്ങളത് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നല്ല പ്രോട്ടീനായിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇതെല്ലാം ടീച്ചർ ക്ലാസ്സിൽ എന്തൊക്കെയാണോ പറഞ്ഞ് അതെല്ലാം നിങ്ങൾ അനുവർത്തിക്കണം. ഇപ്പോൾ 21 പ്രാവശ്യം കണ്ണ് അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ മേലോട്ടും താഴോട്ടും നോക്കുക. നിങ്ങൾ മേലോട്ടും താഴോട്ടും നിങ്ങളുടെ കൃഷ്ണമണികൾ അടുത്തതായിട്ട് ആക്കുക. ഇത് നിങ്ങളുടെ കണ്ണിന് ഉണ്ടാകുന്ന സ്ട്രെയിനുകൾ, നമ്മൾ ഒത്തിരി നേരം ഇരുന്ന് പഠിക്കുന്നതും മൊബൈൽ നോക്കി ഇരുന്ന് പഠിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളുടേത് സോൾവ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ എക്സസൈസൊക്കെ കണ്ണിന് കൊടുക്കുന്നത്. അത് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റേ വേണ്ടൂ. നിങ്ങൾ ഒരു 21 ടൈം ഇങ്ങനെ ചെയ്യുന്നതിന് അധികം സമയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് അതിന് വേണ്ടി സമയം കണ്ടിട്ട് കണ്ണിൻ്റെ എക്സസൈസും നിങ്ങൾ കൊടുക്കേണ്ടതാണ് കേട്ടോ. അതിനുശേഷം നിങ്ങൾ കണ്ണ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും അപ്പർ സൈഡും ഡൗൺ സൈഡുമായിട്ട് 21 പ്രാവശ്യം ഇതും ചെയ്യുക. തിരിച്ചും അതേപോലെ തന്നെ നമ്മൾ അപ്പർ സൈഡും ഡൗൺ സൈഡുമായിട്ട് തിരിച്ചും ചെയ്യുക. പിന്നീട് നിങ്ങളുടെ കണ്ണ് മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യിക്കുക. ഓക്കെ മക്കളെ, മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യുക.
അതും റൈറ്റിലേക്ക് വൺസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് ലെഫ്റ്റിലേക്കും നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. ടീച്ചർ ചെയ്യുന്നത് പോലെ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു 10 to 20 ടൈം നിങ്ങളുടെ ഐസ് നിങ്ങൾ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓപ്പണും ക്ലോസും ചെയ്ത് ഒരു 15 to 20 ടൈംസ് നിങ്ങൾ വേഗം കണ്ണ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് നമ്മുടെ കണ്ണിൻ്റെ ലൈറ്റിൻ്റെ ഒരു എഫക്റ്റൊക്കെ നമ്മളുടെ മാറാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അത് ശരിക്കും 10 to 15 ടൈംസ് അല്ലെങ്കിൽ 15 to 20 ടൈംസ് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ് കേട്ടോ. ബ്ലിങ്ക് ചെയ്യുക. നിങ്ങൾ ബ്ലിങ്ക് ചെയ്യല്ല. നിങ്ങൾ മൊബൈലിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ ബ്ലിങ്ക് ചെയ്യുന്നില്ല. നിങ്ങൾ മൊബൈലിരിക്കുമ്പോൾ മസ്റ്റായിട്ടും നിങ്ങളൊരു 10 മിനിറ്റ് നിങ്ങൾ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 10 സെക്കൻഡ് നിങ്ങൾ ദൂരദൃഷ്ടിയിൽ നോക്കാമെന്ന് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നല്ലോ. അത് മസ്റ്റായിട്ടും ചെയ്യണം. നിങ്ങളുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ മക്കളെ, അത് മസ്റ്റായിട്ടും നിങ്ങൾ 10 to 10 ടെക്നിക്ക് വെച്ചിട്ടെന്ന രീതിയിൽ 10 മിനിറ്റ് നിങ്ങൾ മൊബൈലിലിരിക്കുവാണെങ്കിൽ ഒരു 10 സെക്കൻഡ് നിങ്ങൾ ദൂരത്തോട്ട് നോക്കണം. അതുപോലെ തന്നെ ബ്ലിങ്ക് ചെയ്യണം. ഇതൊക്കെ നിങ്ങളുടെ ഡെയിലി ഹാബിറ്റ്സിലേക്ക് നിങ്ങൾ ഉൾപ്പെടുത്തണം. ഇനി നമുക്ക് പിന്നെ കൈ കറക്റ്റ് നമ്മുടെ നെറുകയിൽ കൊണ്ടുവരിക. മൂക്കിൻ്റെ അതിലേക്കൂടെ പോയാൽ കറക്റ്റ് മേലോട്ട് വന്നു കഴിഞ്ഞാൽ ആ നെറുകയുണ്ടല്ലോ കറക്റ്റ് മിഡിലിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നമ്മുടെ നഖം ഉപയോഗിച്ചിട്ട് ഫിംഗർ ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്യുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ഒരു 1.5 മിനിറ്റൊക്കെ മതിയാവും. പിന്നെ അതുപോലെ തന്നെ മൊത്തത്തിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. മൊത്തത്തിൽ നിങ്ങളിങ്ങനെ ടാപ്പ് ചെയ്ത് മൊത്തത്തിൽ ബാക്ക് സൈഡും ടാപ്പ് ചെയ്യുക, ഫ്രണ്ട് സൈഡും ടാപ്പ് ചെയ്യുക. അങ്ങനെ പതുക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ബ്രെയിനിനും തലയ്ക്കുമൊക്കെ നല്ലതാണ്. കൂടാതെ നിങ്ങളുടെ ബ്രെയിന് വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസാണ്. ഒരു കൈയുടെ ചെറുവിരലും മറ്റേ കൈയുടെ തള്ളവിരലും നീട്ടുക. തിരിച്ചതുപോലെ തന്നെ ഒരു കൈയുടെ ചെറുവിരലും മറ്റേ കൈയുടെ തള്ളവിരലും ഒരേപോലെ നീട്ടുക. അത് കുറച്ച് സ്പീഡിൽ ഇനി മുതൽ ചെയ്യാം. സ്പീഡിൽ ചെയ്യണം. കാണിച്ചു തരാം. കണ്ടോ? ആദ്യം ഇങ്ങനെ നിങ്ങൾക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ പതുക്കെ ചെയ്യുക, പിന്നീട് സ്പീഡിൽ ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ ഒരു കൈയുടെ ചൂണ്ടുവിരലും മറ്റേ കൈയുടെ തള്ളവിരലും ചെയ്യുക. അതിനകത്ത് കാണിക്കുന്ന പോലെ ചൂണ്ടുവിരൽ തള്ളവിരൽ. ഒരു കൈയുടെ ചൂണ്ടുവിരലാണ് മറ്റേ കൈയുടെ തള്ളവിരൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കൈ വലത് കൈ സ്റ്റാർട്ട് ചെയ്യുന്ന ചെറുവിരലിൽ ടച്ച് ചെയ്തുകൊണ്ടാണെങ്കിൽ മറ്റേ കൈ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ചൂണ്ടുവിരലിൽ ടച്ച് ചെയ്തുകൊണ്ട് വേണം. ഇതിനകത്ത് കാണിക്കുന്ന പോലെ കേട്ടോ. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് ടച്ച് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഒരു കൈ റൈറ്റിലേക്ക് ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ മറ്റേ കൈ ലെഫ്റ്റിലേക്ക് റോൾ ചെയ്യുക. ഓക്കെ. ഒരു കൈ റൈറ്റ് ആണെങ്കിൽ മറ്റേ കൈ ലെഫ്റ്റ് ആയിട്ട് റോൾ ചെയ്യുക. അത് സ്പീഡിൽ ചെയ്യുക. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ് കേട്ടോ. കണ്ടോ? സ്പീഡിൽ ഒന്ന് റൈറ്റിലേക്കാണെങ്കിൽ മറ്റേത് ലെഫ്റ്റിലേക്ക്, അങ്ങനെ നിങ്ങൾ സ്പീഡിൽ ചെയ്യുക. ഇനി നമ്മൾ കുറച്ച് ക്രീം എടുക്കുക. കയ്യിൽ ക്രീം എടുത്തിട്ട് നിങ്ങളുടെ താടിയിൽ എടുക്കുക. ഇത് നിങ്ങളുടെ ഡബിൾ ചിന്നോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഡെയിലി നിങ്ങൾ ചെയ്യണം. എന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കുക. കൈ എന്നിട്ട് നിങ്ങൾ ഒരു സൈഡിലേക്ക് 5 ടൈംസോ 10 ടൈംസോ നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമില്ല. മറ്റേ സൈഡും അതുപോലെ തന്നെ 5 ടൈംസോ അല്ലെങ്കിൽ 10 ടൈംസോ ചെയ്യാം. പിന്നെ രണ്ടും ബോത്ത് സൈഡ് ഒന്നിച്ച് കൈ കൊണ്ട് പോയിട്ട് അത് ചെയ്യുക. ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. പതുക്കെ മസാജ് ചെയ്താൽ മതി കേട്ടോ.
എന്നിട്ട് നിങ്ങളുടെ ഡബിൾ ചിന്നൊക്കെ ഉണ്ടെങ്കിൽ പോകും, നിങ്ങൾ നല്ല ബ്യൂട്ടി ആയിട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യുക, മേലേന്ന് നമ്മൾ കഴുത്തിൻ്റെ പുറകിലോട്ട് പ്രസ് ചെയ്ത് വിടുക. അതൊക്കെ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ ഡബിൾ ചിന്നൊക്കെ നന്നായിട്ട് കുറഞ്ഞ് കുറച്ച് നാളും കൊണ്ട് കംപ്ലീറ്റ് മാറിക്കിട്ടും. അതും എല്ലാ ദിവസവും നിങ്ങൾ ക്രീം തേക്കുമ്പോൾ എപ്പോഴും അതാ കൂടി അങ്ങ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ അക്വപ്രഷർ 0.1, 2, 3, 4. Inhale and exhale. Make a balloon. നോസ് പൊത്തിപ്പിടിച്ചിട്ട് നിങ്ങൾ താഴെ നിങ്ങളുടെ ചിൻ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ നെഞ്ചിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കുനിഞ്ഞ് നിൽക്കുക. കുനിഞ്ഞ് നിന്നിട്ട് നിങ്ങൾക്ക് മാക്സിമം ഒരു 15 സെക്കൻഡൊക്കെ പിടിക്കുമായിരിക്കും. മാക്സിമം എത്രത്തോളം നിൽക്കാൻ പറ്റുന്നോ അത്രത്തോളം നിൽക്കുക. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. അത് നിങ്ങളൊരു ഡെയിലി നിങ്ങൾ ചെയ്യണം കേട്ടോ. അതൊരു 4-5 ടൈംസ് ചെയ്യുക. പിന്നെ അടുത്തത് നിങ്ങൾ പിന്നെ എയർ ഷിഫ്റ്റിംഗ് ആണേ. നമ്മുടെ വായിൽ എയർ പിടിക്കുക, മേക്ക് എ ബലൂൺ ആക്കിയിട്ട് പിന്നെ കുറച്ച് നേരം 5 സെക്കൻഡ് പിടിച്ചതിന് ശേഷം അത് 2 സൈഡിലേക്കും ട്വിസ്റ്റ് ചെയ്യുക. ഓക്കെ, എയർ ഷിഫ്റ്റിംഗ് എന്ന് പറയും. അത് നിങ്ങളുടെ സ്കിന്നിലൂടെയൊക്കെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നടന്നിട്ട് നിങ്ങളുടെ സ്കിന്നൊക്കെ വളരെ സ്മൂത്തായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് വാട്ടർ ഷിഫ്റ്റിംഗ് ആണ്. ചെറിയ ചൂടുവെള്ളം നമ്മൾ വായ്ക്കകത്ത് എടുക്കുക. എന്നിട്ട് മേക്ക് എ ബലൂൺ പോലെ നമ്മൾ മുഖം വീർപ്പിച്ച് പിടിക്കുക. അതിനുശേഷം അതിനെ ഷിഫ്റ്റ് ചെയ്യുക. റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്കും വാട്ടർ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നിങ്ങൾ പിന്നെ ഇതിനു വേണ്ടി നിങ്ങൾ സമയം കാണണമെന്നില്ല. എപ്പോഴൊക്കെയാണോ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് ആ സമയത്തൊക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇറക്കിയാൽ മതി. എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ ബ്യൂട്ടി ആയിട്ട് വരും. ഈ കുളിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് തന്നെ ചെയ്യാം. കുളിക്കുന്നതിന് മുമ്പാട് വായിൽ വെള്ളം പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് കുളി കഴിയുന്നോടം വരെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് സ്മൈൽ പോസാണേ. വായിൽ വെള്ളം നിറച്ചിട്ട് സ്മൈൽ ചെയ്യാം. സ്മൈൽ ചെയ്തിട്ട് കൈ ഇങ്ങനെ അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. സ്മൈൽ പോസ് എന്നാണ് പറയുക. നിങ്ങൾ വെള്ളം നിറച്ചിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവും. നല്ല രീതിയിൽ നിങ്ങൾക്ക് എത്ര നേരം ഹോൾഡ് ചെയ്യാവോ അങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നിൽക്കുക. എന്തായാലും ഒരു 15 സെക്കൻഡൊക്കെ നിൽക്കണം കേട്ടോ. ഇനി നമ്മുടെ ചുണ്ടിങ്ങനെ ഓ പോലെ പിടിക്കുക. ഓ പോലെ പിടിച്ചതിന് ശേഷം മേലോട്ട് നോക്കുക. എന്നിട്ട് നമ്മുടെ കൈവിരൽ നമ്മുടെ അവിടെ ഒരു കുഴിയില്ലേ, ആ കുഴിയിൽ ഒരു കൈയോ അല്ലെ 2 കൈയോ കൈവിരൽ വെക്കാം. എന്നിട്ട് മേലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ നമ്മുടെ കണ്ണ് നമ്മൾ വൈൽഡായിട്ട് ഓപ്പൺ ചെയ്യണം കേട്ടോ. കണ്ണ് നന്നായിട്ട് ഓപ്പൺ ചെയ്ത് പിടിച്ച് പുറകോട്ട് നോക്കണം. കണ്ണിനെ നന്നായിട്ട് പുറകോട്ട് നോക്കണം. ഇങ്ങനെ ഒരു 15 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യണം കേട്ടോ. ഓക്കെ മക്കളെ, ടാറ്റാ.